നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 35 സർഗഃ 35 സർഗം. ശൂർപ്പണഖ മുന്നറിയിപ്പ് കൊടുത്തതനുസരിച്ച് രാവണൻ വളരെ ആലോചിച്ച ശേഷം സ്വയം യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. രത്നഭൂഷിതവും വളരെ മനോഹരവും സ്വർണം കൊണ്ട് നിർമ്മിച്ചതുമായ തേര് ഒരുക്കിക്കഴിഞ്ഞു. ആ തേരിൻ്റെ വർണ്ണനയും രാവണൻ്റെ വർണ്ണനയുമാണ് പ്രധാനമായും ഈ 10 ശ്ലോകങ്ങളിൽ പറയുന്നത്. സൂര്യനെ പോലെ ശോഭിക്കുന്നവനാണ് രാവണൻ. വെൺകൊറ്റക്കുട ഉള്ളവൻ, വൈഡൂര്യം പോലെ പ്രകാശിക്കുന്നവൻ, വളരെ മനോഹരമായ തങ്കാഭരണങ്ങൾ അണിഞ്ഞവൻ, 10 തലയും 20 കൈയും ഉള്ളവനാണ് രാവണൻ. അതുപോലെ എല്ലാ മുനികളെയും കൊന്നൊടുക്കുന്നവനുമാണ്. ദേവന്മാരുടെ ശത്രുവാണ്. അങ്ങനെയുള്ള രാവണൻ ആകാശത്തിൽ ഇടിമിന്നലിൻ്റെ ശോഭ പോലെ പ്രശോഭിച്ചു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് വർണ്ണിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 11. ശൈലസാഗരാനൂപം വീര്യവാനവലോകയൻ നാനാപുഷ്പഫലൈർവൃക്ഷൈർ അനുകീർണം സഹസ്രശ. സശൈലമായ കടൽപ്പുറം അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം പോയി. പുഷ്പഫലങ്ങൾ തിങ്ങിയ ആയിരക്കണക്കിന് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ശ്ലോകം 12. ശീതമംഗലതോയാഭി പത്മീനിഭ സമന്തതഃ വിശാലൈരാശ്രമപദൈർ വേദിമൽഭിരലങ്കൃതം. കുളിർത്ത് തെളിഞ്ഞ വെള്ളമുള്ള താമരപ്പൊയ്കകൾ എമ്പാടുമുണ്ട്. വേദികളോടുകൂടിയ വിശാലങ്ങളായ ആശ്രമപദങ്ങൾ. ശ്ലോകം 13 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 13. കദല്യടവിസംശോഭം നാരികേലോപശോഭിതം സാലൈസ്താലൈസ്തമാലൈച്ഛ തരുഭിച്ഛ സുപുഷ്പിതൈഹൈ അത്യന്തനേതാഹാരൈ ശോഭിതം പരമർഷിഭിഃ നാഗൈ സുവർണൈർഗന്ധർവൈ കിംനരൈച്ഛ സഹസ്രശഃ ജിതകാമൈച്ഛ സിദ്ധൈച്ഛ ചാരണൈച്ഛോപശോഭിതം ആജൈർവൈഖാനസൈർഭാഷൈർ വാലഹീല്യൈർമരീചിപൈഹൈ ദിവ്യാഭരണമാല്യാഭിർ ദിവ്യരൂപാഭിരാവൃതം ക്രീഡാരഥ വിധിജ്ഞാഭിർ അപ്സരോഭി സഹസ്രശഃ സേവിതം ദേവപത്നീഭിः ശ്രീമതീഭിരുപാസിതം ദേവദാനവസംഘൈശ്ച ചരിതം ത്വമൃതാശിഭിः ഹംസക്രൗഞ്ചപ്ലവാകീർണം സാരസൈ സംപ്രസാദിതം വൈദൂര്യപ്രസ്തരം സ്നിഗ്ധം സാന്ദ്രം സാഗരതേജസാം
പാണ്ഡുരാണി വിശാലാനി ദിവ്യമാല്യയുതാനി ച തൂര്യഗീതാഭിജുഷ്ടാനി വിമാനാനി സമന്തത. 13 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. കദളിത്തോപ്പുകൾ, തെങ്ങുകൾ, സാലങ്ങൾ, പനകൾ, പച്ചില മരങ്ങൾ എന്നിവയാൽ അത്യധികം സുന്ദരമായ പ്രദേശം. വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന പരമർഷികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ആശ്രമങ്ങൾ അവിടെ കണ്ടു. നാഗന്മാർ, സുവർണന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ എന്നിവർ ആയിരമായിരമായി കാണപ്പെട്ടു. ബ്രഹ്മപുത്രന്മാർ, വൈഖാനൈസർ, മാഷന്മാർ, വാലഖില്യർ അതായത് വാലിൽ നിന്നും പിറന്നവർ, മരീചിപന്മാർ അതായത് സൂര്യപ്രകാശം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ, ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവരും ദിവ്യരൂപങ്ങളോട് കൂടിയവരുമായ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ എന്നിവരെയൊക്കെ അവിടെ കണ്ടു. സൗന്ദര്യവും ഐശ്വര്യവും തികഞ്ഞ ദേവസ്ത്രീകൾ വിഹരിക്കുന്ന ഇടങ്ങൾ, സുരാസുരന്മാരും അമൃതം ഭുജിക്കുന്നവരും വിഹരിക്കുന്ന ഇടങ്ങൾ, ഹംസങ്ങളും ക്രൗഞ്ച പക്ഷികളും നീർക്കോഴികളും സാരസങ്ങൾ എന്നിവ നിറഞ്ഞ സ്ഥലം, സാരസങ്ങളുടെ കൂകൽ കൊണ്ട് ശബ്ദായമാനമായ പ്രദേശം, വൈഡൂര്യശിലകൾ കൊണ്ട് ശോഭിതവും സാഗരകാന്തി കൊണ്ട് ആകർഷകവുമായ ഇടങ്ങൾ, വിശാലവും ധവളവും ദിവ്യമാല്യങ്ങൾ കൊണ്ട് അലങ്കൃതവും കൊട്ടും പാട്ടുമെല്ലാം മുഴങ്ങുന്നതുമായ വിമാനങ്ങൾ ചുറ്റുമുള്ള ഇടങ്ങൾ. 19 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് 35-ാം സർഗത്തിലെ.